കർത്താവിന്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദൈവം നീക്കമുള്ളതെന്ന് പറയാൻ ദൈവം നമ്മെ എന്നും ഇടയാക്കണം. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ഭൂരാജാക്കന്മാർക്ക് അധിപനുമായവന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അവിടുത്തെ ദയ നിരന്തരമാണ്. അവിടുത്തെ ദയ തീർന്നു പോകുന്നതല്ല. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന് അരുളി ചെയ്ത ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആര് മാറിയാലും എന്ത് മാറിയാൽ അവിടുത്തെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. വീഴുന്നവരെയൊക്കെ യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം. ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കി ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അനാദിയായും ശാശ്വതമായ ദൈവം ഓരോ തലമുറ മാറുമ്പോഴും തലമുറയായി നമ്മുടെ സങ്കേതമായവൻ, ബലമായവൻ, കോട്ടയായവൻ, ശൈലമായവൻ, ശരണമായവൻ എപ്പോഴും നമുക്ക് തുണയായി നിൽക്കുന്നു. എന്നോട് പറഞ്ഞാൽ ഘട്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. ഏറ്റവും അടുത്ത തുണ. കഷ്ടസമയത്ത് എല്ലാവരും ഇട്ടേച്ചു പോകുമ്പോൾ, വേദന സമയത്ത് പലരും മാറിപ്പോകുമ്പോൾ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മളോട് കൂടെ ഇരിക്കുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ നമുക്കെല്ലാം ഇടയാവണം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചതുപോലെ ഈ ദിവസങ്ങൾ സ്വർഗീയമായത് കാംക്ഷിക്കൂ. നമ്മുടെ കർത്താവിന്റെ വരവ് വാതിക്കലായിരിക്കുന്നു. സംഭവങ്ങൾ അവിടുത്തെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, വിശുദ്ധിയോടെ ജീവിക്കാൻ, വചനപ്രകാരം ജീവിക്കാൻ, പ്രമാണപ്രകാരം ജീവിക്കാൻ, ദൈവഹിതപ്രകാരം ജീവിക്കാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ധൈര്യത്തോടെ പറയേണ്ട നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എല്ലാ ദിവസവും പറയാൻ നമുക്കിടയാവണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ഇടയാവണം. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അവിടുത്തെ വരവിനായി നമുക്ക് ഒരുങ്ങാം, കാതോർക്കാം. കർത്താവില്ലവരെയും സഹായിക്കട്ടെ. 135 സങ്കീർത്തനം 6 വാക്യം. ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ആരോടെ പറയുന്നറിയാമോ? യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തോട് നിക്ഷേപമാണ്. ലോകം പറയാൻ നമുക്ക് വിലയൊന്നുമില്ല, പക്ഷെ ദൈവത്തിന്റെ നിക്ഷേപമാണ്, ദൈവത്തിന്റെ ഡിപ്പോസിറ്റാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുറ്റം വിധിക്കുന്നവനാർ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? നീതീകരിക്കുന്നവൻ ദൈവം കുറ്റം ചുമത്തുന്ന ആര്? പ്രിയരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ കുറ്റം വിധിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ലോകം എന്തും പറയട്ടെ, അവര് വിധി എഴുതട്ടെ, പക്ഷെ ദൈവം അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ നിക്ഷേപമാണെങ്കിൽ, ആ നിക്ഷേപത്തെ സൂക്ഷിക്കാൻ, കേടുകൂടാതെ സംരക്ഷിക്കാൻ, ഉണ്മയോടെ നടത്താൻ, കരത്തിൽ പിടിക്കാൻ അവിടെ നിന്നും വിശ്വസ്തനാണ് എന്നുള്ള ചിന്ത നമ്മുടെ അകത്തുണ്ടാവണം. ഇനി നോക്കൂ, അങ്ങനെയുള്ള തന്റെ ജനത്തോട് പറഞ്ഞു, യഹോവ എന്താ ചെയ്യുന്നത്? ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും. ദൈവത്തിന് ഇഷ്ടമുള്ളത് ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും ചെയ്യുന്ന ദൈവമാണെങ്കിൽ നമ്മൾ എന്തിനാ നിരാശപ്പെടുന്നത്? പിശാച് പറയും, എന്റെ ഇഷ്ടം നടക്കും, ഞാനത് ചെയ്യും, ഞാൻ അവരെ പ്രവർത്തിപ്പിക്കത്തില്ല, എഴുന്നേൽപ്പിക്കത്തില്ല, അങ്ങനെ കിടത്തും, ജീവിക്കാൻ അനുവദിക്കില്ല,
സ്വസ്ഥത നൽകില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഫറവോന്റെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. എന്താണ്? പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, നിഗ്രഹിക്കും, വാളൂരും, എന്റെ ആശ എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടം ഞാൻ പൂർത്തീകരിക്കും. ദൈവം പറഞ്ഞു, തെറ്റുപറ്റി, നിന്റെ ഇഷ്ടമല്ല, എനിക്ക് അവരെ പറ്റി ഒരു ഇഷ്ടമുണ്ട്. 400 വർഷം അടിമത്തത്തിലായിരുന്ന എന്റെ ജനത്തിന്റെ അടിമച്ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ഞാൻ അവരെ പുറപ്പെടുവിച്ചത് ദൈവത്തെ, ജീവനുള്ള ദൈവമായി എന്നെ ആരാധിക്കാനാണ്, എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനാണ്. നിന്റെ ഇഷ്ടം നടക്കത്തില്ല ഫറവോനെ. പിന്നെ നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. എന്നാൽ പത്രോസിനെ പറ്റി ഹെരോദ്യ ശക്തികൾ യഹൂദന്മാർക്കും ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ഹെരോദ്യ പറഞ്ഞു, അടുത്ത നിമിഷം തീർത്തു കളയും, അല്ലേ? അതുകൊണ്ട് പത്രോസ് പറയും, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദന്മാരുടെ ചില പ്രതീക്ഷ, അവരുടെ ചില ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഹെരോദാവിന്റെ ചില ആശകളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം, യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മേലും നമ്മുടെ ജനറേഷന്റെ മേലും ദൈവസഭയുടെ മേലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന്റെ മേലും ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. യഹോവ തനിക്കുള്ളതൊക്കെയും അതതിന്റെ സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യും. തനിക്ക് ചെയ്യേണ്ടത് നോക്കൂ, ആകാശത്തിലും ഭൂമിയിലും എല്ലാ ആഴങ്ങളിലും സമുദ്രങ്ങളിലും യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യും. ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞാൽ ഇനി പതറത്തില്ല, സംശയിക്കത്തില്ല, അവിശ്വസിക്കത്തില്ല, തല കുനിക്കപ്പെടത്തില്ല. യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. സ്തോത്രം. യഹോവയുടെ ഇഷ്ടം, യഹോവയുടെ പ്ലാൻ, യഹോവയുടെ പദ്ധതി, അത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ പറ, ദൈവത്തിന്റെ ഇഷ്ടം. യഹോവ തനിക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ചർച്ചിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിൽ ഭയത്തിനടിമയാവരുത്. ആകുലതകൾ മാറ്റിയിട്ട് പറ, യഹോവ അവിടുത്തെ ഇഷ്ടം, ദുഷ്ടശക്തിയുടെ ഇഷ്ടം, സാത്താന്യ ശക്തിയുടെ ഒരിഷ്ടവും നടക്കത്തില്ല. കുടുംബക്കാർ ഇഷ്ടമല്ല നടക്കുന്നത്, അമ്മാച്ചന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, അനന്തരവന്റെ ഇഷ്ടമല്ല നടക്കുന്നത്, നോക്കി നിൽക്കുന്നവർ ഇഷ്ടമല്ല നടക്കുന്നത്, ബർബരന്മാരുടെ താല്പര്യമല്ല നടക്കുന്നത്. കാരണം പൗലോസ് ചാകും, വീർക്കും, അടുത്ത നിമിഷം ഇല്ലാതാകുമെന്ന് പറയുമ്പോ ആ ഇഷ്ടമല്ല. കാരണം റോമിൽ നിൽക്കണമെന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. റോമിൽ നിൽക്കേണ്ടവൻ ഇവിടെ വീഴുമോ? വിശ്വസിക്കുക സഹോദരങ്ങളെ, ദൈവത്തിന്റെ പ്രോമിസ് നിങ്ങളുടെ മേൽ, ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവ ശബ്ദമുണ്ടെങ്കിൽ പറ, ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒന്നും നടക്കത്തില്ല. കാറ്റടിക്കും, അണലി വരും, ഇതൊക്കെ സത്യമാണ്. പത്മോസിനകത്ത് കർത്താവിന്റെ ഇഷ്ടമായിരുന്നു വരുന്ന ജനറേഷന് കൊടുക്കാനുള്ള വെളിപ്പാടുകൾ. അത് യോഹന്നാനെ മാറി നീക്കി കാണിക്കണമെന്നും എഴുതിക്കണമെന്നുള്ളത് കർത്താവിന്റെ ഇഷ്ടാണെങ്കിൽ ഡൊമിഷനെ നിന്റെ പ്ലാൻ നടക്കത്തില്ല. സ്തോത്രം. യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ഇനി ഡോക്ടേഴ്സ് പറഞ്ഞെന്നും പറഞ്ഞു, കുടുംബക്കാര് പറഞ്ഞെന്നും പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടേണ്ട, അധികാരം പറയുന്നത് പറഞ്ഞും, രാജ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ആവരുത്. യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും. ലോകമെന്തും പറയട്ടെ, ഇനിയും വിടുതൽ വരത്തില്ല, ഇത്ര വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. പലർക്കും അങ്ങനെ സംഭവിച്ചത്. താരതമ്യം ചെയ്യുമ്പോൾ പറയണം, യഹോവ തനിക്കിഷ്ടമുള്ളതൊക്കെ ഇന്നും ചെയ്യാൻ, ഇന്നും വിടുവിക്കാൻ, ഇന്നും സൗഖ്യമാക്കാൻ, ഇന്നും പുറത്തു കൊണ്ടുവരാൻ, ഇന്നും പുറപ്പെടുവിക്കാൻ, ഇന്നും ശക്തീകരിക്കാൻ, ഇന്നും എഴുന്നേൽപ്പിക്കാൻ, ഇന്നും തുറക്കാൻ അവിടുത്തേക്ക് ഇഷ്ടമുണ്ട്. അവിടുത്തെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യാട്ട്, ദൈവത്തിന് സ്തുതി കരയറ്റിക്കാട്ട്. യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ലോകത്തിന്റെ ഇഷ്ടമല്ല, ലോകത്തിന്റെ പ്ലാൻ അനുസരിച്ചല്ല, ലോകത്തിന്റെ വെല്ലുവിളിക്കനുസരിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ഇപ്പുറത്ത് ധൈര്യത്തോടെ ആത്മാവിൽ പറ, ദൈവം ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചു നിരാശകളൊക്കെ മാറ്റിവെച്ചിട്ട് പറ, കർത്താവ് ഞങ്ങൾ അറിയാതെ സമുദ്രത്തിന്റെ ആഴത്തിലും ദൈവത്തിന്റെ ഇഷ്ടം നടന്നില്ലേ?
ആഴിയിൽ പാതയൊരുക്കിയില്ലേ? ആഴത്തെ വഴിയാക്കിയില്ലേ? സമുദ്രത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നടന്നില്ലേ? ആകാശത്തിൽ നടന്നില്ലേ? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നില്ലേ? സ്തോത്രം. ഭൂമിയിൽ ദൈവം ചെയ്തില്ലേ? സമുദ്രത്തിന്റെ അടിത്തട്ടുള്ള ലിവ്യാതന്മാർ തലകളെ തകർത്തില്ലേ? ദൈവത്തിന്റെ ഇഷ്ടം അവിടെ വന്നില്ലേ? ജനം ചോദിച്ചെടുത്ത് തീക്കൽ പാറയെന്തേലും ചാടി പുറപ്പെടുവിച്ചില്ലേ? ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ നടത്തിയില്ലേ? അവിടുത്തെ ഇഷ്ടം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ. ദൈവ ഇഷ്ടം ചെയ്ത് വായ്ക്കത്വം പ്രാപിക്കാം. നമ്മൾ നിത്യതയിലെത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. സ്തോത്രം. നമ്മുടെ ശുദ്ധീകരണം ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഇടപെടാതെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. പിതാവേ, അവിടുത്തെ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന്റെ പ്ലാനുകൾ, മനുഷ്യന്റെ പദ്ധതികൾ അനുസരിച്ചല്ല, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കും. ഞങ്ങളുടെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണാൽ അതുപോലും അറിയുന്ന ദൈവം, അവിടുത്തെ ഇഷ്ടമില്ലാതെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അങ്ങയുടെ ഇഷ്ടത്തിന് വേണ്ടി മനുഷ്യരുടെ വെല്ലുവിളികളെ, സത്താന്യ അറ്റാക്കുകളെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകലും അവിടുത്തെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തി ഞങ്ങളുടെ ആത്മാവിനാൽ തന്നെ വിടുതൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. നിരാശകൾ മാറട്ടെ, ടെൻഷനുകൾ ഇന്ന് പോലെ ജനത്തിന്റെ ഇടയിൽ മാറട്ടെ. എന്തായി തീരും? വെല്ലുവിളികൾ തകർന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളെ ശക്തീകരിച്ച് നടത്തുക എന്നുള്ള കർത്താവ് അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ചു. സകല മഹത്വം യേശുവിൻ നാമത്തിൽ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ പറ, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തു നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ